നമസ്കാരം. ഞാൻ KC ജോൺ സൈക്കോതെറാപ്യൂട്ടിക് കൗൺസിലിംഗ് നടത്തിവരുന്നു. സ്വദേശം മൂവാറ്റുപുഴയാണ്. ചെറിയ കോവിഡും വലിയ മനുഷ്യനും എന്ന ഈ വിഷയത്തിലേക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ സൂക്ഷ്മാണുക്കളെക്കുറിച്ച് അല്പമൊന്ന് സംസാരിച്ചതിന് ശേഷം എന്തുകൊണ്ട് മനുഷ്യനെ മാത്രം തിരഞ്ഞെടുത്ത് COVID-19 മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വസ്തുതകൾ വെളിപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷിമൃഗാദികൾക്ക് സംഭവിക്കാത്തതായിരിക്കുന്ന ദാരുണമായിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്ന് ഈ ഭൂമിയിൽ സംജാതമായിരിക്കുന്നത്. ഈ വൈറസ് മനുഷ്യന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചില വസ്തുതകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇന്നേ ദിവസം 18/5/2020 3,14,000-ഓളം പേർ ഈ ചെറിയ COVID-19 മൂലം മരണത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞു. ശേഷിക്കുന്നതായിരിക്കുന്ന ഭൂമിയിലുള്ള 780 കോടിയോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതരല്ല. അവർ ഭയത്തിലാണ്. മരണം ഏത് സമയത്തും കീഴ്പ്പെടുത്തത്തക്കവണ്ണം ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ഭയത്തിൻ്റെ അനുഭവത്തിലാണ് മനുഷ്യനെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൂക്ഷ്മാണുവിനെ കുറിച്ച് ഒന്ന് ചെറിയൊരു അവലോകനം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് വൈറസിനെ 1892 ഡിമിട്രി ഇവാനോസ്കി എന്ന് പറയുന്നതായിരിക്കുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിക്കുകയുണ്ടായി. അതിനുശേഷം 70 കൊല്ലങ്ങൾക്ക് ശേഷം 1963 ജുനെ അൽമീഡ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് കൊറോണ വൈറസിനെ കണ്ടെത്തുവാനായിട്ട് ഇടവന്നത്. വൈറസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിൽ 7 മൈക്രോ ഓർഗാനിസത്തെയാണ് ശാസ്ത്രലോകം മനുഷ്യന് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ആൽഗ, പ്രോട്ടോസോവ, അതുപോലെ തന്നെ ആർക്കിയ, പാരസൈറ്റ്സ്. ഇതിൽ ഒരു സൂക്ഷ്മാണുവാണ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസമാണ് വൈറസ് എന്ന് പറയുന്നത്. ബാക്ടീരിയയ്ക്കും വൈറസിനും തമ്മിലുള്ള പ്രത്യേക വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ടീരിയ ഒരു ഏകകോശ ജീവിയാണ്. ഒരു കോശമുണ്ട്, ഒരു ബോഡിയുണ്ട് അതിന്. എന്നാൽ വൈറസിനെ സംബന്ധിച്ചിടത്തോളം കോശത്തിൻ്റെ ഭാഗമായ ക്രോമോസോമും ക്രോമോസോമിൻ്റെ ഭാഗമായ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡും RNA DNA, ആ ഒരു ചെറിയ ഘടകം DNA വൈറസും ഉണ്ട്, RNA വൈറസും ഉണ്ട്. COVID-19 RNA വൈറസാണ്. ഈ RNA വൈറസിനേക്കാളും വളരെ ചെറുതാണ് DNA വൈറസ്. അത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു സൂക്ഷ്മാണുവാണ് വൈറസ്. ഈ വൈറസ് മനുഷ്യ ശരീരത്തിൽ മൂക്കിലൂടെയോ വായിലൂടെയോ കണ്ണിലൂടെയോ തൊണ്ടയിൽ വന്നതിന് ശേഷം 2 സ്ഥലത്തേക്ക് മാത്രമേ അതിന് സഞ്ചരിക്കാൻ പിന്നെ സാധിക്കുകയുള്ളൂ.
ഒന്ന് ആമാശയത്തിലേക്ക് നേരെ താഴേക്ക് പോകാം, രണ്ട് ലങ്സിലേക്ക് പോകാം, 2 ശ്വാസകോശത്തിലേക്ക് പോകാം. വയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എഫക്റ്റ് കൊണ്ട് അത് ചത്തുപോകും. എന്നാൽ ലങ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിലുള്ളതായിരിക്കുന്ന കോശങ്ങളിൽ പ്രവേശിച്ചിട്ട് ഇവരൊരു കോശമായിട്ട് മാറുകയാണ്. അവിടെയാണ് ഒരു കോശത്തിൻ്റെ പൂർണ്ണമായ ഘടന ഇവന് കിട്ടുന്നത്. ഇത്തിക്കണ്ണിയെ പോലെ. ഇത്തിക്കണ്ണിക്ക് ഒരു വൃക്ഷത്തിൻ്റെ സഹായം കൂടാതെ വളരുവാൻ സാധിക്കില്ല, മറ്റൊരു വൃക്ഷത്തിൻ്റെ സഹായം കൂടാതെ. എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ മനുഷ്യൻ്റെ ലങ്സ് തന്നെ ഇദ്ദേഹത്തിന് വേണം. ഒരു ഭാഗത്ത് സൂക്ഷ്മാണുക്കളിൽ വെച്ച് സൂക്ഷ്മാണുവായിട്ടുള്ള വൈറസും മറുവശത്ത് നിൽക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ എന്ന് തന്നെയല്ല, ഈ ഭൂമിയുടെ അധിപതിയായിട്ടുള്ള രാക്ഷസനായിരിക്കുന്ന വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും അത്യുന്നത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്ന അഹംഭാവത്തോടെ നിൽക്കുന്ന മനുഷ്യനെയാണ് ഇവൻ കീഴ്പ്പെടുത്തുന്നത്. മനുഷ്യൻ ഇതിൻ്റെ അധിപതിയാണ്, ഈ ഭൂമിയുടെ അധിപതിയാണ്, എല്ലാ ചരാചരങ്ങളുടെ അധിപതിയായിട്ടാണ് അവൻ വസിക്കുന്നത്. എന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും കഴിയാത്ത ഒരു സൂക്ഷ്മാണുവാണ് ഈ വൈറസ്. അവനാണ് നമ്മളെ എതിരാളിയായിട്ട് നിൽക്കുന്നത്. ഇതിനെ അളക്കുവാൻ പോലും നമുക്ക് കഴിയുന്നത് നാനോമീറ്റർ വെച്ചിട്ടാണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൻ്റെ 10-1 ഭാഗമാണ് 1 മില്ലിമീറ്റർ. ഈ മില്ലിമീറ്ററിനെ 10 ലക്ഷം കൊണ്ട് വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഭാഗമാണ് 1 നാനോമീറ്റർ. ഇവൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 200 തൊട്ട് 250 വരെ നാനോമീറ്ററാണ്. അപ്പം അത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവി ഇത്ര വലിയതായിരിക്കുന്ന ബൃഹത്തായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് വളരെ ഈസി ആയിട്ട് കൊല്ലുന്നത്. ഇവൻ പക്ഷികളെ ഉപദ്രവിക്കുന്നില്ല, മറ്റ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ മരണത്തിന് ഇവൻ മൂലം വിധേയപ്പെടുന്നു. ഇവിടെയാണ് ഒരു വിരോധാഭാസം. ഈ വിരോധാഭാസത്തെ കണ്ടെത്തുവാനാണ് നാം ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. എന്താണ് മനുഷ്യന് സംഭവിച്ചത്? ഇത്ര വിവേകശാലിയായ, പരിജ്ഞാനമുള്ളതായിരിക്കുന്ന, ബുദ്ധിശാലിയായിട്ടുള്ള, എല്ലാ മേഖലയിലും ഔന്നത്യം പ്രാപിച്ചതായിരിക്കുന്ന ഈ മനുഷ്യൻ എന്താണ് സംഭവിച്ചത്? മനുഷ്യന് സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് അവൻ കാത്തു സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന പ്രതിരോധ ശക്തി അവൻ മൂലം തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഈ 7 സൂക്ഷ്മാണുക്കളുടെ ഇടയിലാണ് ഈ മനുഷ്യകുലം ഇത്രയും കാലം എല്ലാ ജീവജാലങ്ങളും വസിച്ചത്. പുതിയതായിട്ടൊന്നും വന്നതല്ല. എന്നാൽ COVID-19 സംബന്ധിച്ചിടത്തോളം കൊറോണ വൈറസിൽ ഒരു ഘടനാമാറ്റം വന്നിട്ടുണ്ട്. 2000-ന് ശേഷം പല ഘടനാമാറ്റങ്ങളും ഈ വൈറസിന് സംഭവിച്ചിട്ടുണ്ട്. സാർസ്, മേഴ്സ്, നിപ്പ, അതുപോലെ N1H1 ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഡെങ്കു, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വൈറസുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ഘടനാമാറ്റം വരുന്നു. മരുന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല, വൈറസിന് തക്കതായ മരുന്നില്ല. എന്നാൽ ബാക്ടീരിയയ്ക്ക് മരുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്സ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ആൻറ്റിബോഡി ഇമ്മ്യൂണിറ്റി കുറയുവാനായിട്ട് ഇടയായി തീർന്നത്? പ്രതിരോധ മേഖല തകരുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് ഭൂമിയിലുള്ളതായിരിക്കുന്ന സർവത്ര മൈക്രോ ഓർഗാനിസത്തിനും, അതാണ് ഏറ്റവും വലിയ രസം, എത്ര സൂക്ഷ്മമായിട്ടുള്ള അണുക്കൾക്ക് പോലും പക്ഷികളെയും മൃഗങ്ങളെയും തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മനുഷ്യനെ കൊന്നൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള മനുഷ്യൻ്റെ ജൈത്രയാത്ര, ഭൂമിയിലുള്ള ജീവിതകാലം വളരെ ദുസ്സഹമാണ്. ഇതിനെ നമുക്ക് അതിജീവിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: നമ്മുടെ പ്രതിരോധ മേഖല ശക്തമായി സൂക്ഷിക്കുക. നമ്മുടെ പ്രതിരോധ മേഖലയുടെ ശക്തി എങ്ങനെ ക്ഷയിച്ചു പോയി? ഞാനൊരു ഉദാഹരണം പറയാം. പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ കയറി ഒന്ന് മേഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ത്യയിലേക്കൊന്ന് കടന്ന് കാശ്മീരൊക്കെ ഒന്ന് പിടിച്ചെടുത്ത് അവരുടെ ആധിപത്യമൊക്കെ ഇവിടെ ഒന്ന് സ്ഥാപിച്ചാൽ കൊള്ളാമെന്ന് പാകിസ്ഥാൻ പട്ടാളത്തിനുണ്ട്. എന്തുകൊണ്ടാണ് അത് സാധിക്കാതെ പോകുന്നത്?
അവരുടെ പട്ടാളത്തേക്കാൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ മേഖല ഇന്ത്യൻ മിലിറ്ററി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളിടത്തോളം കാലം അവർക്കൊരു ചുക്കും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ സഹോദരങ്ങളെ ഇവിടെ സംഭവിക്കുന്നത്. മനുഷ്യൻ ഇത്ര ഔന്നത്യമുണ്ട് എന്ന് അവകാശപ്പെടുന്നു എങ്കിലും മറ്റ് ജീവജാലങ്ങളുടേതായിരിക്കുന്ന പ്രതിരോധ ശക്തി ഇല്ലാതാകത്തക്കവണ്ണമായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ആരിത് വരുത്തി തീർത്തു? ഇതിന് കാരണമായത് എന്തെല്ലാം? 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചു, പെൻസിലിൻ. അതിനുശേഷം 7ഓളം പെൻസിലിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ മോഡേൺ മെഡിസിൻ്റെ അലോപ്പതിയുടെ ബാക്ക് ബോൺ എന്ന് അറിയപ്പെടുന്നത്. അതില്ലായിരുന്നെങ്കിൽ ഈ ഒരു മോഡേൺ മെഡിസിൻ തന്നെ രൂപപ്പെടുമില്ലായിരുന്നു. അതിൻ്റേതായിരിക്കുന്ന അഹംഭാവമാണ് മോഡേൺ മെഡിസിനുള്ളത്. എന്നാൽ ഇത് കണ്ടുപിടിച്ച സമയത്ത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എഴുതുകയുണ്ടായി, ഈ ആൻറ്റിബയോട്ടിക് കൊണ്ട് തന്നെ കാലങ്ങൾ കഴിയുമ്പോൾ ഒരവസ്ഥാവിശേഷം സംജാതമാകും. അത് മറ്റൊന്നുമല്ല, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഈ രണ്ടു പേരിലാണ് വിളിക്കുന്നത്. ഈ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ, മനുഷ്യൻ കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ഏൽക്കാത്ത ശാരീരിക അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്ന ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ച് പിന്നീടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാകുന്നത് മാത്രമല്ല, ആൻറ്റിബയോട്ടിക് നമ്മുടെ ആൻറ്റിബോഡിയെയും കൂടി നശിപ്പിക്കുന്നുണ്ട്. അതായത് പ്രതിരോധ മേഖലയെ 0 ലെവലിലേക്ക് കൊണ്ടുവരുവാനുള്ളതായിരിക്കുന്ന സാധ്യത ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവർക്കുണ്ട്. 5 ദിവസത്തെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ രോഗി 3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് നിർത്തിയാലും അത് ലോ കോഴ്സായിട്ട് മാറും. അതങ്ങനെ മാറുന്ന സന്ദർഭത്തിൽ അതിനെ അതിജീവിച്ചതായിരിക്കുന്ന ബാക്ടീരിയ അതൊരു ഘടനാമാറ്റം സംഭവിച്ചുകൊണ്ട് മരുന്നില്ലാത്ത ഒരു മൈക്രോ ഓർഗാനിസത്തിൽപ്പെട്ട ഒന്നായിട്ട് മാറും. അതുപോലെ തന്നെ ഓവർ ഡോസ് കഴിച്ചാൽ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഞാൻ വ്യക്തമാക്കാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആൻറ്റിബയോട്ടിക്കിൻ്റെ രണ്ടാമത്തെ ഉപദ്രവം. ആദ്യത്തത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും, രണ്ടാമത് ആൻറ്റിബോഡിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മോഡേൺ മെഡിസിൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ ബേസിലാണ്, ബാക്ക് ബോൺ ആയിട്ട് നിന്നുകൊണ്ടാണ് ചികിത്സ നടത്തുന്നത്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഇല്ലാത്തതായിരിക്കുന്ന ഒരു ചികിത്സാ രീതി ഇപ്പോൾ ഇല്ല. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 50 വർഷം മുമ്പ് ഒരു സർക്കാർ ആശുപത്രി, ഒരു കുഞ്ഞ് മെഡിക്കൽ സ്റ്റോർ, 100 പേഷ്യൻ്റ് വരുന്നുണ്ടെങ്കിൽ 1-2 പേഷ്യൻ്റ് പോയിട്ട് ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മരുന്ന് വാങ്ങിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ആശുപത്രി ഇത് കിട്ടും. ഇന്നത് ഫ്ലറിഷ് ചെയ്തിട്ട് ഇതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറി. എൻ്റെ അറിവനുസരിച്ച് ഏകദേശം 900ഓളം കോടി രൂപയുടെ മരുന്ന് ഈ 3.38 കോടി ജനങ്ങളുള്ള മലയാളി അല്ലെങ്കിൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഒരു മാസത്തെ കണക്കത്. നമ്മൾ ഭക്ഷണത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മരുന്നിന് ചെലവഴിക്കുന്നുണ്ടെന്ന് ചുരുക്കം. മരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതലും തിന്നുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. പണ്ടത്തെ ഡോക്ടേഴ്സൊന്നും ആൻറ്റിബയോട്ടിക് പെട്ടെന്ന് കുറിക്കില്ല. അറ്റ കൈ. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവന് ഹാനികരമായതെന്നാണ് അർത്ഥം തന്നെ, ജീവന് വിരോധമായത്. അതിന് പേര് വരാൻ കാരണം അതുകൊണ്ടായിരിക്കും. ആൻറ്റിബോഡിയെ നശിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും. ഏതായാലും ആൻറ്റിബയോട്ടിക് നമ്മളുടെ ജീവൻ രക്ഷാ മരുന്നാണെങ്കിലും ഇതിനെ സൂക്ഷ്മമായി
വളരെ കരുതലോടെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വൈറസുകൾ ഇനിയും പെൻഡമിക്കായിട്ട്, ദുരന്തമായിട്ട്, മഹാമാരിയായിട്ട് ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ കൂട്ടത്തോടെ മരണത്തിന് വിധേയപ്പെടേണ്ടതായിട്ട് വരും. ഒന്നാമത്, മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്കിനെ ലാഘവത്തോടെ എടുത്ത് മനുഷ്യന് കൊടുക്കുവാനായിട്ട് ഇടവരുന്നു. രണ്ടാമത്, നാം ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് ചിക്കൻ, ബ്രോയിലർ ചിക്കൻ. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ആൻറ്റിബയോട്ടിക് ബോഡിയെ കയറുന്ന ഒരു പ്രവണതയാണ്. കാര്യം കോഴിയാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത്, പക്ഷേ ദുരന്തം അനുഭവിക്കുന്നത് മനുഷ്യനും. 45 ദിവസമാണ് ഒരു ബ്രോയിലർ ചിക്കൻ്റെ വളർച്ച. 45-ാം ദിവസം കഴിഞ്ഞ്, എൻ്റെ അറിവനുസരിച്ച് 46-ാം ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോഴി ചങ്കു പൊട്ടി മരിക്കും. കാരണം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് കൊണ്ട് മാത്രമാണ് ഇത് 45 ദിവസം ജീവിച്ചിരിക്കുന്നത്. അത്രയും ആൻറ്റിബയോട്ടിക് കഴിച്ചതായിരിക്കുന്ന കോഴിയെയാണ് പ്രബുദ്ധ സാക്ഷര കേരളം അമിത ഭോജനത്തിന് ഉപയോഗിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണ്. ഇതില്ലാത്ത ഒരു ദിവസമില്ല, ഇതില്ലാത്ത ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ മലയാളിക്ക് പറ്റില്ല. ഇപ്പം രണ്ടാമത് ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കയറുന്നു. ഇവിടെയും നമ്മുടെ ആൻറ്റിബോഡിയെ നശിപ്പിക്കുന്നു. അപ്പം ആൻറ്റിബയോട്ടിക്കിൻ്റെതായിരിക്കുന്ന ദുരുപയോഗം എന്ന് ഞാൻ പറയട്ടെ, ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാക്കി തീർക്കുന്നു എന്നുള്ളത് ഒരു നഗ്നമായിട്ടുള്ള സത്യമാണ്. അത് നമ്മുടെ മലയാളി സമൂഹം തിരിച്ചറിയണം. നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റിൽ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അറിവുള്ളവരാണ്, സാക്ഷര കേരളമാണ്, വളരെ പ്രബുദ്ധരായിട്ടുള്ള മനുഷ്യനെ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഇത് തിരിച്ചറിഞ്ഞ് നാം നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തണം. ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതിനാണ് നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസം ലഭിച്ചിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം മിനിമൈസ് ചെയ്യുക. അതിന് മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ് കേരള സമൂഹത്തെ സഹായിക്കുക. ഇവിടെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ പ്രതിരോധ ശക്തി ഉള്ളത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ചുരുക്കം വ്യക്തികളുടെ മരണസംഖ്യയിലേക്ക് ഒതുങ്ങിയത്. ഏറ്റവും കൂടുതൽ മരണസംഖ്യ ലോകത്തിൻ്റെ രാജാവെന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്കാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രീക്കോഷൻ, മുൻകരുതൽ നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് എടുത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ മരണസംഖ്യ കുറയുവാനായിട്ട് ഇടവന്നത്. അത് നന്ദിയോടെ ഓർക്കണം. വളരെ കടപ്പാടുണ്ട് ഈ ഗവൺമെൻറ്റിനോട്. ഇതുപോലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിയതായിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ നാം പലരും ഇവിടെ നിന്ന് വിട പറയേണ്ടി വന്നേനെ. എന്നാൽ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ, ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ, ഇവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചതായിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ പോലീസ് സമയോചിതമായിട്ട് ഇടപെടുകയും ഇത് വലിയൊരു പാൻഡമിക്കാണ്, മഹാമാരിയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെടുത്തതായിരിക്കുന്ന ആ ആക്ഷൻ
അത് ഫലം കണ്ടു. അതുകൊണ്ടാണ് കേരളത്തിലെ മരണസംഖ്യ കുറയുവാനായിട്ട് ഇടവന്നത്. അല്ലാതെ മലയാളിക്ക് ലോകത്തുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്യാതിരുന്നതല്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിച്ചതായിരിക്കുന്ന പോലീസ് സേന, ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. മലയാളിക്ക് നിങ്ങളോടെല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ സംയോജിതമായിട്ടുള്ള പ്രവർത്തനവും തീരുമാനവും അത് തക്ക സമയത്ത് ഇവിടെ പ്രാബല്യത്തിൽ വരുത്തിയത് കൊണ്ട് 3 ഘട്ടം കഴിയുന്നതുവരെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാതെ വണ്ണം മലയാളി സമൂഹത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. എന്നും മലയാളിക്ക് ഓർക്കുവാനുള്ളതായിരിക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. ഇവിടെ മനുഷ്യന് ആൻറ്റിബോഡി കിട്ടിയത് കൊണ്ടല്ല, സോഷ്യൽ ഡിസ്റ്റൻസ്, ക്വാറന്റൈൻ, ഐസൊലേഷൻ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ട് മാത്രമാണ് മലയാളി ഇപ്പോൾ മരണസംഖ്യയിൽ കുറഞ്ഞു നിൽക്കുവാനായിട്ട് ഇടവന്നത്. അപ്പോൾ ഒന്നാമതായിട്ടും നമ്മളുടെ ആൻറ്റിബോഡിയെ നശിപ്പിക്കുന്നത് അമിത ഉപയോഗം, വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ്. രണ്ടാമതായിട്ട് നമ്മളുടെ ആൻറ്റിബോഡിയെ, പ്രതിരോധ ശക്തിയെ, പ്രതിരോധ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആൽക്കഹോളാണ്, മദ്യപാനം. പണ്ടും മനുഷ്യൻ മദ്യപിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ മദ്യമൊന്നുമല്ല അവർ കഴിച്ചത്. കണ്ട തെങ്ങി എത്തിയും പനജത്തിയൊക്കെ കഴിച്ചാണ് അവർ കഴിച്ചത്. എന്നാൽ ഇന്നത്തെ മദ്യത്തിന് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല. കൊണ്ടു നടക്കാം ഈ ശരീരത്തെ മദ്യം കഴിച്ച് കുറച്ചു കാലമൊക്കെ, പക്ഷേ ഈ സൂക്ഷ്മാണുക്കൾക്ക് താണ്ഡവം ആടാനായിട്ട് സാധിക്കും. കാരണം മദ്യം കഴിക്കുന്ന ഒരു മദ്യപാനിയുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ളതായിരിക്കുന്ന ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡീയൂററ്റിക് എന്ന് പറയും. മൂത്രം വഴി ജലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ശരീരത്തിൽ നിന്ന്. ഒരു മനുഷ്യ ശരീരത്തിന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ അവൻ്റെ ഇമ്മ്യൂണിറ്റിയെ, അവൻ്റെ ഓർഗൻസിനെ അവന് നല്ലതുപോലെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വെള്ളം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ്. 60% വെള്ളമാണ് ഈ ശരീരം. അത് ഓരോ ഓർഗൻസിനും മിനിമം ഇത്ര അളവ് വെള്ളം വേണമെന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഘടകമാണ്, അത്യാവശ്യ ഘടകമാണ്. ഏറ്റവും കൂടുതൽ വെള്ളം നിലനിർത്തേണ്ടതായിരിക്കുന്ന ഒരു ഓർഗനാണ് ലങ്സ്, 83%. അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. ബോഡിയുടെ 60% ആവറേജ് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും നമ്മൾ നിലനിർത്തണം. ലങ്സിന് അതിൻ്റെ 83 ഉണ്ട്, സ്കിന്നിന് 64 ഉണ്ട്, മസിലിനും കിഡ്നിക്കും 79 ഉണ്ട്, അതുപോലെ തന്നെ എല്ലില് 31%. ഇങ്ങനെയാണ് മിനിമം ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തേണ്ടതായിരിക്കുന്ന ഓരോ ഓർഗൻസ്. ആവറേജ് ഒരു 60 കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങനെ തന്നെ ഫങ്ഷൻ ചെയ്തോളൂ. എന്നാൽ മാത്രമേ ഈ പറയുന്നതായിരിക്കുന്ന ഓർഗൻസ് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധം, ഇമ്മ്യൂണിറ്റിയെ നിലനിർത്താൻ പറ്റുള്ളൂ. മനുഷ്യ ശരീരത്തിൽ ഓരോ നിമിഷങ്ങളിലും ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും കടന്നുകൊണ്ടിരിക്കുന്ന ടോക്സിക്കിനെ വേണ്ട രീതിയിൽ മൂത്രം വഴിയും വേർപ്പ് വഴിയും ഇത് പുറത്തേക്ക് തള്ളിക്കളയാനും വെള്ളം ആവശ്യമാണ്. അപ്പം ഈ വെള്ളത്തെ ഒരു മദ്യപാനിയുടെ ശരീരം തന്നെ
നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ നടത്തുന്നത് കൊണ്ട് അവൻ്റെ അവയവങ്ങൾ പെട്ടെന്ന് പോകും. അവൻ്റെ പ്രതിരോധ മേഖല നിലയ്ക്കുവാനായിട്ട് ഇടവരും. അതുകൊണ്ടൊരു മദ്യപാനിയുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന വൈറസിന് കയറാൻ വളരെ ഈസിയാണ്. മൂന്നാമതായിട്ട് സ്മോക്കിംഗ്, നിക്കോട്ടിൻ. അതും ഇതുപോലെ തന്നെ മനുഷ്യനെ ടോക്സിക് കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കുന്ന ഒന്നാണ്. നാലാമത്തത് എന്ന് പറയുന്നത് മനുഷ്യന് പ്രോപ്പറായിട്ടുള്ളതായിരിക്കുന്ന എക്സസൈസ് ഇല്ല. മസിലുകളെ ചലിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന നല്ല എക്സസൈസ്. അതിൻ്റെ അകത്ത് ബ്രീത്തിങ് എക്സസൈസ് ഈ COVID-19 വളരെ നല്ലതാണ്. ലങ്സിൻ്റെ എക്സസൈസ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന് സ്ട്രെസ് കൂടുതൽ. എന്തൊരു ഓട്ടം! നേരം വെളുത്തു കഴിഞ്ഞാൽ അവന് രാത്രിയിൽ പോലും നേരെ പാട്ടിന് കിടന്നുറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. ഞാൻ മലയാളിയോട് ചോദ്യം ചോദിക്കുക, നിന്റെ സമയം എവിടെ പോയി? നിന്റെ സ്പീഡ് കൂടുന്തോറും നിനക്ക് സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു സ്പീഡുണ്ട്. മനുഷ്യനൊരു സ്പീഡ്, കഴുതയ്ക്കൊരു സ്പീഡ്, ആമയ്ക്കൊരു സ്പീഡ്, മുയലിനൊരു സ്പീഡ്, അതുപോലെ തന്നെ ഒട്ടകത്തിനൊരു സ്പീഡ്, കുതിരയ്ക്കൊരു സ്പീഡ്, പക്ഷികൾക്ക് മറ്റൊരു സ്പീഡ്, സിംഹത്തിന് മറ്റൊരു സ്പീഡ്. ഇതെല്ലാം ഒരു സ്പീഡിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ക്രമീകരണത്തിലാണ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഗോളങ്ങളും ആ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്നതിനും ഒരു സ്പീഡുണ്ട്. സൂര്യനൊരു സ്പീഡുണ്ട്, ഒരിക്കലും മാറ്റം വരുത്താറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം തകിടം പറഞ്ഞേനെ. മനുഷ്യന് ഓടുകയാണ്. അവൻ്റെ അനുവദിക്കപ്പെട്ടതായിരിക്കുന്ന എല്ലാത്തിനെയും മറികടന്നുകൊണ്ടുള്ള ഓട്ടമാണ്. എന്ത് നേടാൻ പറ്റി? ഇപ്പം ഈ ക്വാറന്റൈൻ പീരീഡ് രോഗം കുറഞ്ഞു, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കുറഞ്ഞു, മനുഷ്യന് സ്വസ്ഥത കിട്ടി. ഞാൻ 1-2 പേപ്പർ കട്ടിങ് വേണമെങ്കിൽ കാണിച്ചു തരാം, നിങ്ങളെ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് വായിക്കാമെങ്കിൽ വായിക്കുക. ഇത് കണ്ടോ, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം 41%, അവാക്സ് കൊടുത്തേക്കുന്ന റിപ്പോർട്ടാണ്, 41% കുറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, വായിച്ചു, മനോരമയിൽ വന്നതായിരിക്കുന്ന വാർത്തയാണ്. അതുപോലെ തന്നെ മറ്റൊരു പേപ്പർ കട്ടിങ് ഞാൻ പറയാം. ഈ പറയുന്ന വൈറസുകളൊന്നും ഇനി ഭൂമിയിൽ നിന്ന് പോണില്ല. WHO വിട്ട വാർത്തയാണ്, മനോരമയിൽ വന്ന മറ്റൊരു വാർത്തയാണ്. അതുകൊണ്ട് COVID-19 പോലെയുള്ള ആയിരിക്കുന്ന കൊറോണ വൈറസുകൾ ഇല്ലാത്ത സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിൻ്റെ മറുമരുന്നായിട്ടുള്ള ആൻറ്റിബോഡിയെ നമ്മൾ സജ്ജമാക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മറുമരുന്ന്. നിങ്ങൾ ഇതിൽ നിന്നൊരു വസ്തുത മനസ്സിലാക്കണം. മനുഷ്യൻ വളരെയധികം പ്രതികൂലമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ജീവിക്കാൻ പോകുന്നത്. ഇതിൽ മനുഷ്യജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവന് നഷ്ടപ്പെട്ടതായിരിക്കുന്ന പ്രതിരോധ ശക്തി വീണ്ടെടുക്കണം. ഈ പ്രതിരോധ ശക്തി വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കിനെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ബ്രോയിലർ ചിക്കനോടുള്ള ബന്ധത്തിൽ ഉപയോഗം വളരെ കുറയ്ക്കുക. നിൻ്റെ ആരോഗ്യം നിൻ്റെ കൈകളിൽ തന്നെയാണ്, എൻ്റെ ആരോഗ്യം എൻ്റെ കൈകളിൽ തന്നെയാണ്. മറ്റൊരാളെയും നാം വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കരുത്. നമ്മുടെ ആൻറ്റിബോഡിയെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. സ്ട്രെസ് കുറയ്ക്കുക, ആവശ്യത്തിന് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, മദ്യപാനത്തോട് വിട പറയുക. ഗവൺമെൻറ് ഒരു വശത്ത് നല്ല കാര്യം ചെയ്യുന്നു എന്ന് ഞാൻ പറയുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം അനുസരിച്ച് ബാറുകളെല്ലാം തുറക്കാൻ പോവുകയാണ്.
7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ കുടിക്കുന്നതായിട്ട് എനിക്കറിയാം. വലിയൊരു ദുരന്തമാണ് മദ്യപാനത്തിലൂടെ സമൂഹത്തിന് വരുത്തുന്നത്. മറ്റു കുടുംബത്തിലെ കലഹങ്ങളും സമൂഹത്തിലെ കലഹങ്ങൾ, അതുപോലെ തന്നെ ആക്സിഡൻറ്റ്, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടുള്ള ആക്സിഡൻറ്റ്, അതെല്ലാം ഇനി വർദ്ധിക്കും. സർക്കാർ അത് വേണ്ടതായിരിക്കുന്ന തീരുമാനമെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട മലയാളി സമൂഹം, ആൻറ്റിബോഡിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. ആൻറ്റിബയോട്ടിക്കിനോട് ഉള്ളതായിരിക്കുന്ന ആ തിരിച്ചറിവ് നമ്മളുടെ ആരോഗ്യമുള്ള ശരീരത്തെ സൂക്ഷിക്കാൻ ഇടവരുത്തട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ അറിവ് മലയാളി സമൂഹത്തിന് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, എത്രയും വേഗം മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചും ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.